ഹായ് ഗേയ്സ്, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ടത് പളനിമല യാത്രയായിരുന്നു. അതവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പളനിയിൽ വന്നിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. രാവിലെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞായിരുന്നു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഷോപ്പിങ്ങായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റൂമിൻ്റെ അടുത്ത് ഇങ്ങനെ പോകുമ്പം പളനിമല കാണാമെന്ന് ഞാൻ നേരത്തെയും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാത്രിത്തെ ഒരു വ്യൂ ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഫ്രീ സർവീസ് നടത്തുന്ന ഒരു വണ്ടി കിട്ടി. അത് നമ്മുടെ പളനി വരെ ഫ്രീ ആയിട്ട് ഇതിൽ കയറി പോകാവുന്നതാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ എങ്കിലും നമ്മൾ അതിൽ കയറി പോകാമെന്ന് കരുതി രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നടത്തില്ല. വൈകുന്നേരം ആയപ്പോൾ എന്തായാലും ആഗ്രഹം സാധിച്ചു. അങ്ങനെ വണ്ടി വന്നപ്പോൾ ഞങ്ങൾ അതിൽ കയറി. ഇതൊരു ഷോപ്പിംഗ് ബ്ലോഗ് പോലെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഹാപ്പിക്കുട്ടൻ ഓര് കാണിച്ചു. സതീഷ് ചേട്ടൻ ഹാപ്പിക്കുട്ടനെ കൊണ്ട് ഷോപ്പിന് പുറത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ അകത്ത് പോയി ഷോപ്പിംഗ് നടത്തിയത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കലും ഷോപ്പിങ്ങും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ വണ്ടിയിൽ പോയപ്പോൾ ഇരു സൈഡിലും കടകളാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം കണ്ടിങ്ങനെ പോവുകയാണ്. നമ്മൾ തിരികെ വരുമ്പോൾ നടന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ കടകളിലൊക്കെ കയറണമെങ്കിൽ കയറാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പം വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്താറായിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. പിന്നെ ഞങ്ങളിവിടെ ചുറ്റിക്കറങ്ങി നിന്നപ്പോൾ ഒരച്ഛൻ വന്നിട്ട് 6 ബെർമൂഡ പോലത്തെ ട്രൗസർ ഉണ്ടല്ലോ, അത് 6 എണ്ണത്തിന് 100 രൂപയെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അപ്പോൾ ഹാപ്പിക്കുട്ടിന് വേണ്ടി അത് വാങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ഈ ഒരു ഷോപ്പിലാണ് കയറിയത്. ഇവിടെ നമുക്ക് ഫാൻസി ഐറ്റംസൊക്കെ ഭയങ്കര വില കുറവാണ്. ഇതിനെല്ലാം 10 രൂപ റേറ്റിലുള്ള സാധനങ്ങളാണ്. നെയിൽ പോളിഷ്, മെഹന്തി, ക്ലിപ്സ്, പൊട്ട്, എല്ലാത്തിനും. അങ്ങനെ എനിക്കൊരു വള വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കുറേ ഫാൻസി സ്റ്റോറുകളിൽ കയറി. ഞാൻ ഇവിടെ ഒരു സ്ക്രീനിൽ കാണിച്ചിരിക്കുക ഒരു വള. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കയറിയത്. അതൊരു പഴയ നൊസ്റ്റാൾജിയ തോന്നുന്ന ഒരു വളയാണ്. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞ് നടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം കയറിയ കടയിൽ അതിന് 50 രൂപയാണ് റേറ്റ് വന്നത്. പിന്നെ ഞാൻ ഇപ്പം വാങ്ങിച്ച കടയിലാണെങ്കിൽ അതിന് 20 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ഇതെല്ലാം 10 രൂപ റേറ്റിലുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാവകൾ, ടെഡി ബിയേഴ്സ്, പിന്നെ റിമോട്ട് കൺട്രോളുള്ള കാറുകൾ, അതെല്ലാം നമ്മൾ വാങ്ങി പൊരിയൊക്കെ വാങ്ങി ഞങ്ങൾ തിരികെ റൂമിൽ കൊണ്ട് വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കാനായിട്ട് പുറത്തിറങ്ങി. പിന്നെ റിമോട്ട് കൺട്രോളുള്ള കാറിന് ഇവിടെ 150 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ റൂമിൽ കൊണ്ട് വെച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തിറങ്ങി. ഞങ്ങളൊരു തട്ടുകടയിലാണ് വന്നത്. 6 ഇഡലിക്ക് 30 രൂപയാണ് ആയത്. പിന്നെ അമ്മയും അനിയത്തിയും എല്ലാവരും കൂടെ മസാല ദോശ കഴിക്കാൻ വേണ്ടി അവർ വേറെ ഹോട്ടലിൽ പോയി. ഞങ്ങൾ തട്ടുകടയിൽ വന്നു. ഞാൻ ദോശയാണ് വാങ്ങിച്ചത്, സതീശേട്ടൻ ഇഡലിയും. പിന്നെ ഹാപ്പിക്കുട്ടി ഇത് രണ്ടും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.